ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആ പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ നാടിനെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു ഉത്സവമാണ്. വെളിയനാട് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. പ്രത്യേകിച്ച് എൻ്റെ നാടിനെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ കൊയ്ത്തുത്സവം നടക്കുകയാണ് കേട്ടോ. കൊയ്ത്തുത്സവം, നെല്ല് കൊയ്യുന്ന ഇത് ആരംഭിക്കുകയാണ്. അപ്പം വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ അതൊരു വലിയ ഉത്സവമായിക്കൊണ്ട് ഇന്ന് കൊയ്ത്തുത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് ലൈവായിട്ട് ഞാൻ 10 മണിക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ നാടിനെ സപ്പോർട്ട് ചെയ്യുക. വെളിയനാടെന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമം വളരെ സുന്ദരമായ ഒരു നാടാണ്. ആ നാടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് 10 മണിക്ക് കാണാം. ഓക്കെ, നന്ദി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നന്നായി സ്മൂത്തായിട്ട് നെല്ല് വിളവെടുക്കുകയും അതുപോലെ അതിൻ്റെ സംഭരണവും നന്നായി നടക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യനായ വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈൻ സാറിനെയാണ്. ഷൈൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വൈസ് പ്രസിഡന്റ് സുലജ റാണി മാഡത്തിനെയാണ് ഏറെ ബഹുമാനത്തോടെ മാഡത്തിന് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തതായി AD രാമഗിരി, നമ്മുടെ രാമഗിരി ബ്ലോക്കിന്റെ ഹെഡും അടുത്തതായി ഇവിടുത്തെ ഈ വാർഡ് മെമ്പറും അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നമ്മുടെ വെളിയനാട് പഞ്ചായത്തിന്റെ വാർഡ് 11 മെമ്പറുമായ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു, ബിനേഷ് കുര്യൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറെ ബഹുമാനത്തോടെ. പിന്നെ ബാക്കി എല്ലാ പിന്നെ എല്ലാ മെമ്പർമാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബാക്കി നമ്മുടെ പാർട്ടി സെക്രട്ടറിമാരെയും കർഷകരെയും ബാക്കി എല്ലാ സുഹൃത്തുക്കളെയും ഇതിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഉദ്ഘാടകൻ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷൈൻ, അതുപോലെ തന്നെ വെളിയനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലജ, നമ്മുടെ AD ജെഫ്രി സാറ്, പറഞ്ഞു വന്നിരിക്കുന്ന മെമ്പർമാരായ ലൈവ് പൊക്കൊണ്ടിരിക്കുക കേട്ടോ, ജയശ്രീ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജെയിംസ് വാണിപ്പുരയ്ക്കൽ, 10ാം വാർഡ് മെമ്പറായ G സൂരജ്, 12ാം വാർഡ് മെമ്പർ സന്തോഷ്, CDSന്റെ ചെയർപേഴ്സൺ രാധാമണി, കടന്നു വന്നിരിക്കുന്ന ഇവിടെ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പാടശേഖരത്തിന്റെ സെക്രട്ടറിമാര്, കൺവീനർമാര്, മറ്റ് സ്നേഹം നിറഞ്ഞ കർഷക സുഹൃത്തുക്കളെ, ഇന്നെല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. നമ്മുടെ പ്രത്യേകിച്ച് വെളിയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പാണ്. വിത്ത് വിതച്ചത് മുതൽ കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് വിളവെടുപ്പ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് വലിയ മോശമല്ല എന്ന് തോന്നുന്നു പൊതുവില്. കാരണം വലിയ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു മഴ പെയ്തു, കാര്യമായ രീതിയിൽ ഒരു കാറ്റടിച്ച് കുറച്ച് ഭാഗങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായി. എന്നാലും പൊതുവിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്രാവശ്യത്തെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൃഷി 2 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ, 2ാം കൃഷി ഉൾപ്പെടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരകൃഷിക്കും അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനും ഒക്കെ വളരെ പ്രയോജനകരമായിരിക്കും. കാരണം നമുക്ക് 2ാം കൃഷി നടത്തുന്ന ഒരു പരീക്ഷണാർത്ഥമെങ്കിലും നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചകളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പിന്നീടുള്ള സമയങ്ങളിൽ ആ ഭാഗത്ത് പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബണ്ടിന്റെ പൊക്കം കുറവാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് നികത്തുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പൊക്കം കൂട്ടുന്നതിനോ ഒക്കെ സാധിക്കും. അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ കാർഷിക മേഖലയിലെ നമ്മൾ നെൽകൃഷിയെ മാത്രമല്ല കരകൃഷി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, അവർക്കും അത് പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പാടശേഖര സെക്രട്ടറിമാരോടും അതുപോലെ തന്നെ കർഷകരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അതിനൂടെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നെൽകൃഷി മാത്രമല്ല ബാക്കി വിളകൾക്കും പ്രത്യേകമായ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷൈനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷനായ വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബിനോജ് കുര്യൻ, ഏറെ ബഹുമാനപ്പെട്ട ശ്രീമതി സുലജ റിനി, അതുപോലെ തന്നെ ഇവിടെ വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ച് വിജയിച്ച് വന്നിരിക്കുന്ന വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ AD ജെഫ്രി സാറ്, അതുപോലെ തന്നെ കൃഷി ഓഫീസർ ആദർശ് സാറ്, അതുപോലെ വിവിധ പാടശേഖരങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പാടശേഖര സമിതിയുടെ സെക്രട്ടറിമാരെ, ഭാരവാഹികളെ, കർഷകരെ, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. കാരണം കുട്ടനാടിന്റെ അവർ ഈ 4 മാസക്കാലയളവുമായി അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നിമിഷത്തിലേക്ക് കടക്കുക. വെളിയനാട് പ്രദേശത്തെ 1ാമത് പാടശേഖരം എന്ന രീതിയിലാണ് ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വെളിനാടിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കും. വെളിനാട് ചില പുതിയ തരിച്ചു കിടന്ന പാടശേഖരങ്ങളെയും കൂടെ കൃഷിയോഗ്യമാക്കുന്ന ചില സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുവാൻ വെളിനാട് ഗ്രാമപഞ്ചായത്ത് സജ്ജമായിരിക്കും. ഈ വെളിനാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിസരത്തിലുള്ള ഒരു പാടശേഖരം തന്നെ ഈ വർഷം ഇപ്പോഴും തരിച്ചു കിടക്കുന്നു. കൃഷിയോഗ്യമാക്കാൻ സാധ്യതയുള്ള ഒരു പാടശേഖരം. ധാരാളം പാടശേഖരങ്ങൾ ഇവിടെയും കൃഷിയോഗ്യമല്ലാതെ തന്നെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പൂർണ്ണമായി തന്നെ ഈ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് പുതിയ വർഷങ്ങളിൽ ഈ പാടശേഖരങ്ങളെ കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി ഉണ്ടാക്കി, കൃഷിയിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ വരുമാനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ധാന്യപ്പുരകൾ നിറയ്ക്കുവാനുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകാൻ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പല പദ്ധതികളുമായി ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ആമുഖമായി ഈ ഒരു പാടശേഖരത്തിന് ഈ അവസാനഘട്ടം വിളവെടുപ്പിന് വേണ്ടി സജ്ജമായ 12ാം വാർഡിലെ ഒരു പാടശേഖരത്തിന് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ഇടപെട്ടുകൊണ്ട് അതിന്റെ ബണ്ട് നിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്കുകൾ വഹിച്ചുകൊണ്ട് അതിന് മോട്ടോർ നടത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമീപനം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനിയും ഇവിടുത്തെ പല പാടശേഖരങ്ങൾ ഇതുപോലുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ബണ്ടുകളുടെ അപര്യാപ്തത മൂലം കൃഷി നേരത്തെ ചെയ്യാൻ പറ്റുകയില്ലാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള പാടശേഖരങ്ങളെ ബണ്ടുകൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഫണ്ട് തന്നെ ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബഡ്ജറ്റ് കാലയളവിൽ തീരുമാനപ്പെട്ടിട്ടുണ്ട്. തുടക്കമെന്ന രീതിയിൽ ഒരു 10 ലക്ഷം രൂപയോളം ഫണ്ട് ഇതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഈ ബണ്ടുകൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ചാലയകൂട്ടി തന്നെ നവംബർ കാലയളവിൽ ധാരാളം മഴ ഉണ്ടാകാൻ സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ കവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം പരിഹാരം എന്ന വണ്ണം ഈ ബണ്ടുകളെ ബലപ്പെടുത്തിക്കൊണ്ട് ആ കൃഷി ബുദ്ധിമുട്ട് നിൽക്കുന്ന പാടശേഖരങ്ങളെയെല്ലാം കൃഷിയോഗ്യമാക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം മൊത്തത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 9 ലക്ഷം ഹെക്ടർ പാടശേഖരങ്ങൾ നേരത്തെ കൃഷിയോഗ്യമായിരുന്നു എന്നുള്ളതാണ് പഴയ കണക്ക്. പക്ഷെ ഇന്നത് 2 ലക്ഷം ആയിട്ട് കുറയപ്പെട്ടിരിക്കുന്ന അവസ്ഥ.
കഴിഞ്ഞ ചില കാലഘട്ടത്തിലെ ചില ഗവൺമെന്റുകളുടെ ഇടപെടൽ മുഖാന്തരം അത് 2.5 ലക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു. കാരണം തരിശു കിടക്കുന്ന പാടശേഖരങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കാൻ പ്രത്യേക സർക്കാർ പാക്കേജുകൾ നിർണ്ണയിച്ചുകൊണ്ട് അതിനുവേണ്ട നഷ്ടങ്ങൾ, അവർക്ക് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ കൃഷിയെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. ഇത് നമുക്ക് കൂടുതൽ മുൻപന്തിയിലേക്ക് ഒരു 4 ലക്ഷത്തോളം ലെവലിലേക്ക് ഉയർത്തുവാൻ സാധിക്കണം. കാരണം ഈ 9 ലക്ഷം എന്നുള്ള അവസ്ഥയിൽ നിന്ന് പിന്നോട്ടം പോകാനുള്ള സാഹചര്യം ഉണ്ടായ ധാരാളം പ്രദേശങ്ങൾ മറ്റ് ഇതര ഭൂമികളായി കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിന്റെ മൊത്തം നില പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാട് പോലും നെൽകൃഷിയിൽ ഒത്തിരി പിന്നോട്ടം പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്നാം തരം കൃഷിയായി ഇപ്പം നാളികേരവും മറ്റും വരുന്ന സ്ഥിതിവിശേഷം വന്നു. രണ്ടാമത് റബ്ബർ എത്തുന്ന സ്ഥിതിവിശേഷം കേരളത്തിലാകെ പരിശോധിക്കുമ്പോൾ എത്തിച്ചേർന്നു. മൂന്നാമതായി ഈ നെൽകൃഷികൾ മാറപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു ഘട്ടത്തിൽ ഇത് ഒന്നാമതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇത് മൂന്നാമത്തെ സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ നാട്ടിൽ ഈ കാർഷിക മേഖലയിൽ ഈ നെൽകൃഷി പിന്നോട്ടം പോയിരിക്കുന്നു. ലോകത്തിൽ തന്നെ ധാന്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകും. നമ്മുടെ പൊതുജനങ്ങൾക്ക് ആകമാനം വരുമാന സ്രോതസ് കണ്ടെത്തുവാനുള്ള ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആവശ്യമായ ധാന്യം ഉൽപ്പാദിക്കപ്പെടുവാൻ നമ്മുടെ രാജ്യങ്ങളിൽ സാധ്യതയില്ലാതെ വന്നാൽ അത് നാളത്തെ പട്ടിണിക്ക് കാരണമാകും എന്നുള്ള വസ്തുത നമ്മളാരും ഓർക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർവമായ ഒരവസ്ഥ. ഇത് നമ്മൾ മുന്നോട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം വരുമാന സ്രോതസ് വർദ്ധിക്കുമ്പോൾ കഴിക്കുവാൻ ആഹാരമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടം വലിയ ദുരിതത്തിലേക്ക്, സമ്പത്തുണ്ടെങ്കിൽ പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാടും മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിലെല്ലാം തന്നെ അത് കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് കർഷകരാകമാനം ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണതോതിൽ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ധാന്യങ്ങൾ നമുക്ക് അന്നമൂട്ട് ശാലകളായി നമ്മുടെ ധാന്യപ്പുരകളെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം ഓരോ കർഷകരിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ഈ കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇനി തൊഴിലിന്റെ ദിനങ്ങൾ കൂടാണ്. ധാരാളം തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാകുന്നു. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾക്ക് വരുമാനം, ഈ ഹോട്ടലുകളായിക്കോട്ടെ മറ്റിതര സ്ഥാപനങ്ങളായിക്കോട്ടെ, അവർക്കെല്ലാം വരുമാനം ഉണ്ടാക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ ഈ കൊയ്ത്തുത്സവങ്ങൾ എപ്പോഴും മാറ്റം വരുത്തുന്നുണ്ട്. കുട്ടനാടിനാകമാനം കർഷകരെന്നല്ല, കർഷക തൊഴിലാളി എന്നല്ല, ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങൾക്ക് പോലും വരുമാനം സൃഷ്ടിക്കുന്ന ഒരു ഉത്സവത്തിന്റെ തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷത്തോടെ തുടങ്ങുവാൻ കുറിക്കാൻ സാധിക്കുന്നത്. ഒന്നാമത് ഇന്ന് ഈ 2 പാടശേഖരങ്ങളിൽ പുരക്കൽ പുരക്കൽ ബ്ലോക്കുകളുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇത് നടത്തപ്പെടുവാൻ പോകുന്നത്. കാരണം ഇതിന്റെ ഏറെക്കുറെ 10 മണിയോടുകൂടി നമ്മൾ തീരുമാനിച്ചാണ്. എല്ലാവരും എത്തിയപ്പോൾ 10-10:30 എങ്കിലും ഈ കൊയ്ത്തുത്സവത്തിന്റെ തുടക്കം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും, ഈ കർഷകർക്ക് എല്ലാവർക്കും ആകമാനം എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലജ റെനി സംസാരിക്കുന്നതാണ് ക്ഷണിച്ചത്. അധ്യക്ഷനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കുഞ്ഞാവൂർ, സ്വാഗത ആശംസ നമ്മുടെ കൃഷി ഓഫീസർ, നമ്മുടെ അസിസ്റ്റന്റ്, കൂടാതെ എൻ്റെ സഹപ്രവർത്തകരായ വാർഡ് മെമ്പർമാർ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാടശേഖരത്തിൻ്റെ സെക്രട്ടറിമാർ, കൂടാതെ കർഷകർ, നമ്മളിന്നെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് നമ്മളെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് കൊയ്ത്തുത്സവം. എല്ലാ വർഷവും നമ്മൾ വളരെ ഗംഭീരമായി തന്നെ ഈ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ വേനൽ മഴ എത്തുന്നതിന് മുൻപ് പാടശേഖരങ്ങളൊക്കെ കൊയ്ത് കയറാനൊരു സംവിധാനവും അതിൻ്റെ വിപണി, അതിൻ്റെ ശേഖരിക്കാനൊരു അവസരവും, അതിൻ്റെ നെല്ല് കയറ്റി വിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണമെന്നും നമ്മുടെ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പറഞ്ഞുകൊണ്ടും ഈ ഉത്സവം നമ്മളെല്ലാം നാടിൻ്റെ ഒന്നായ ഒരു ഉത്സവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.
അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ADA ജെഫ്രി സാറ് ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ വിനോദ് കുര്യൻ സാറ്, അദ്ദേഹം 11ാം വാർഡ് മെമ്പർ കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ആരാധനായ പ്രസിഡന്റ് ഷൈൻ സാറ്, അതുപോലെ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സുലജ മാഡം, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരായ മെമ്പർമാര്, എൻ്റെ ഏറ്റവും ബഹുമാന്യരായ പാർശ്വ സെക്രട്ടറിമാരെ, സുഹൃത്തുക്കളെ, പിന്നെ കുട്ടികളടക്കം വന്നിട്ടുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ, നമ്മൾ 6 പഞ്ചായത്തുകൾ ആദ്യമായിട്ടൊരു കൊയ്ത്തുത്സവം നടത്തുന്നത് വെളിനാടാണ്. അതിന് സന്തോഷമുണ്ട്. ഈ കൊയ്ത്തുത്സവത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഉത്സവമാക്കി തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തും വളരെ സന്തോഷമുണ്ട്. ധാരാളം ആൾക്കാരിവിടെ എത്തിയിട്ടുണ്ട്. വിവിധ പാടശേഖരങ്ങളിൽ നിന്നിട്ടുള്ള പാടശേഖര സെക്രട്ടറിമാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ കൊയ്ത്തുത്സവത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ ഗഹനമായ രീതിയിൽ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കുട്ടനാടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ നെൽകൃഷിയുടെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഉൽപാദനത്തിൽ 26% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോഴും കുട്ടനാടാണ്. പാലക്കാടിലെ ഒരു ജില്ല മൊത്തം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നെല്ലാണ് അവർക്ക് പറയുന്നതെങ്കിൽ നമ്മൾ വേറെ ഒരു ബ്ലോക്ക് മാത്രമാണ്, ഒരു ചെറിയ ബ്ലോക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ബ്ലോക്കായിട്ടുള്ള കുട്ടനാട് 26% നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ പാലക്കാടിനൊപ്പം തന്നെ സ്ഥാനമുള്ള സ്ഥലമാണ് കുട്ടനാട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ നെൽകൃഷിയുടെ ഉൽപാദനക്ഷമതയെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് താഴ്ന്നു വന്നിരുന്ന സമയമാണ് ഉള്ളത്. പക്ഷെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായി എനിക്ക് പറയാനുള്ള ഹരിത കേരള മിഷൻ എന്നൊരു മിഷനാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. സുഭിക്ഷ കേരളം ഉണ്ടായി, അതിനുശേഷം നവകേരള മിഷൻ ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു ചെറിയൊരു അനുഭവ കഥ പറയാം. അധികമൊന്നും പറയുന്നില്ല, ഒരു ചെറുതായിട്ട് പറയാം. അപ്പം ഞാൻ 2016 കോട്ടയം ജില്ലയിൽ ഇരിക്കുന്ന സമയത്താണ് ഹരിത കേരള മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം നമ്മൾ ട്രസ്റ്റ് കൊടുത്തിരുന്നത് തരിശുഭൂമികളെല്ലാം നെൽവയലിലേക്ക് കൊണ്ടുവരണം, 5 വർഷം കൊണ്ട് നമ്മുടെ ഏരിയ 3000 ഹെക്ടറിലേക്ക് മാറ്റണമെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനിരുന്ന ഒരു പഞ്ചായത്ത് ഞാൻ ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 1 മാസമായിട്ടുള്ള ആ സമയത്ത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ 4000 ഏക്കറോളം തരിശു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ 2000 ഏക്കർ എന്ന് പറയുന്നത് വർഷങ്ങളോളം തരിശായിട്ടുള്ളതും ബാക്കി 2000 ഏക്കർ 2 വർഷത്തോളം തരിശായിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ പോയിരുന്നത്. അപ്പം എന്ന് വെച്ചാൽ അതൊരു പണ്ട് നെല്ലറയായിരുന്ന ഒരു സ്ഥലം നാശമായി കിടക്കുന്ന സ്ഥലത്താണ് പോയിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ആരംഭിച്ചപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചില്ല ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾ ഒരു മിഷൻ മോഡലിൽ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയാണ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തത്. അപ്പൊ അതിലത് വിവിധ വകുപ്പുകളെ ചേർത്തുകൊണ്ട് നമ്മളെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വകുപ്പുകളുണ്ടല്ലോ. കൃഷി വകുപ്പ് മാത്രമല്ല ഉള്ളത്, കൃഷി വകുപ്പിന്റെ ഒക്കെ ഉള്ളത് ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, സപ്ലൈകോ ഉണ്ട്, അങ്ങനെ പല പല ലേബർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലെ ഒരുമിച്ച് ചേർത്ത് കുടുംബശ്രീ എല്ലാം കൂടി ചേർത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി എല്ലാം ചേർത്തുകൊണ്ട് 12 ഏജൻസികളെ ചേർത്തുകൊണ്ട് ഒരു 5 വർഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഫേസ്ഡ് പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ്. ധാരാളം പണമുണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, നമുക്ക് പമ്പ് സെറ്റുകൾ ഉണ്ടായിരുന്നില്ല, വെള്ളമില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി കർഷകരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ 4000 ഏക്കറിലും 5 വർഷം കൊണ്ട് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഹരിത കേരള മിഷന്റെ ഹിസ്റ്ററിയിലെ ഒരു വലിയൊരു സംഭവമായിട്ട് അത് എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളതാണ്. ആ ഒരു മാറ്റമാണ് ഞാൻ നമ്മുടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിൽ നിന്നായിട്ട് എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുള്ളത്. കാരണം ഈ ഭരണസമിതി വന്നു തുടങ്ങി അന്ന് മുതൽ തന്നെ നമ്മുടെ വെളിനാട് പഞ്ചായത്തിന്റെ കാർഷിക ഭൂപടത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ 1ാം കൃഷിയായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം 2ാം കൃഷിയിലേക്ക് കൂടി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകണം. ബഹുമാന അധ്യക്ഷൻ പറഞ്ഞ പോലെ അതായിരിക്കണം നമ്മുടെ മിഷൻ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒരു സീസൺ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ ഈ ഒരു ഭരണസമിതിയുടെ 5 വർഷത്തേക്ക് ഒരു 5 വർഷത്തെ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ പ്ലാൻ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഏതൊക്കെ പാടങ്ങളിലാണ് ഓരോ വർഷവും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വർക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് ഏതൊക്കെ ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് എത്ര, ബ്ലോക്കിന്റെ എത്ര, നമ്മുടെ എത്ര, വിവിധ ഏജൻസികളുടെ ഫണ്ട് എത്ര, അതെല്ലാം കൊണ്ടുവന്നിട്ട് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 കൃഷി കുട്ടനാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ 26% എന്നുള്ളത് നമുക്കൊരു
40% വേണമെങ്കിൽ 5 വർഷം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, പിന്നെ പുളിയുടെ പ്രശ്നമുണ്ട്, ഉപ്പിന്റെ കടന്നുകയറ്റമുണ്ട്, ഒക്കെ ഉണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടനാടിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. കുട്ടനാട്ടിലിപ്പോ 3 വരെ കിട്ടുന്ന പാടങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഞാനിപ്പോ എല്ലാ പാടശേഖരങ്ങളും ക്രോപ്പ് കട്ട് എക്സ്പെരിമെന്റ് നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടെയാണ്. നമ്മുടെ ബ്ലോക്കിൽ മാത്രമാണ് എല്ലാ പാടങ്ങളിലും വിളനിർണ്ണയം നമ്മൾ നടത്തുകയാണ്. കർഷകർക്ക് എത്രത്തോളം വിളവ് കിട്ടിയെന്നുള്ളതും ആ വിളവിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നതും ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ 10 അടുത്തിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം കണ്ട കാര്യം 2.5 മുതൽ 3 വരെയും 3-ന് മുകളിലും നമുക്ക് ഈൽഡ് ഉണ്ടെന്നുള്ളതാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടശേഖര സമിതികളെല്ലാം തന്നെ ശാസ്ത്രീയമായി കൃഷി ചെയ്തിട്ടുണ്ട്. കക്കയിടാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കക്കയിട്ടു. അതുപോലെ തന്നെ നമ്മൾ ഡ്രോൺ വെച്ച് മരുന്നടിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലെല്ലാം മരുന്നടിച്ചു. അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അത് വേണ്ടപ്പെട്ട ഏജൻസികളെ ബന്ധപ്പെട്ട് ആവശ്യമായുള്ള മരുന്നുകൾ കൃത്യസമയത്ത് അടിച്ചു എന്നുള്ളതാണ്. വളം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റം കാണാനുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് ധാരാളം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പ്രധാനമായി വാട്ടർ മാനേജ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഭാഗത്തെല്ലാം. ചില സ്ഥലങ്ങളിൽ വെള്ളം എത്താറില്ല. ചില സ്ഥലങ്ങളിൽ വെള്ളം ആധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്ഥലം തട്ടുനിരപ്പില്ലാത്ത പ്രശ്നമുണ്ട്. ബണ്ടിന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ പറമ്പടി പോലുള്ള പാടശേഖരങ്ങളിൽ നമുക്ക് സ്വന്തമായി മോട്ടോർ വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇനിയും ധാരാളം മോട്ടോറുകൾ കിട്ടാനുണ്ട്. ഇതെല്ലാം വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് നമ്മളുടെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന 2.5-3 എന്നുള്ളത് മാറി 3-3.5-ലേക്കെങ്കിലും നമ്മൾ എത്താൻ കഴിയണം. 3.5 എത്തിയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവ് വർഷം തോറും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പാട്ടവും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിലവിൽ വെച്ച് വരുമ്പോൾ അതനുസരിച്ചുള്ള വരുമാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 3 വർഷം പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ വരുന്ന 2 വർഷം പ്രോസസ്സിംഗിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ നെല്ല് പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ പൾവറൈസറിൽ അതിനെ പൊടിയാക്കി പ്രൈമറി സെക്കൻഡറി പ്രോഡക്ട്സുകളാക്കി നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഫുള്ളി ഓർഗാനിക്കിലേക്ക് പോകാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് പ്രൊഡക്ടിവിറ്റി നോക്കണമല്ലോ. ഓർഗാനിക് ചെയ്യാമെന്നൊരു അത് ചെയ്യുക. അല്ലാത്തവർക്ക് നമ്മൾ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് എന്നൊരു ബോർഡുണ്ട്. അതിൽ സർട്ടിഫിക്കേഷൻസ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ നെല്ലിന്റെ മുഴുവൻ നെല്ലും ആദ്യം തന്നെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നില്ല. ഓരോ വർഷം കുറേശ്ശെ ഒരു 10% നെല്ല് അത് പ്രോസസ് ചെയ്ത് കൊണ്ടുപോവുകയും കൃഷിക്കാരന് ഇപ്പൊ കിട്ടുന്ന 30 രൂപ എന്നുള്ളത് 35 രൂപ കിട്ടുന്ന ഒരു അവസ്ഥയിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും ഭരണസമിതിയുമായിട്ടും ആലോചിച്ച് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിലുള്ള നമ്മുടെ കർഷകരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ഒരു മാർഗരേഖ ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആ മാർഗരേഖയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള മീറ്റിംഗ്സ് എല്ലാം വിളിക്കണം. അങ്ങനെ എനിക്കൊരു ആഗ്രഹമുള്ളത് നമ്മുടെ 6 പഞ്ചായത്തിന്റെയും ഞാനിപ്പോൾ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. എന്റെ ഒരു മനസ്സിലാഗ്രഹം നമ്മുടെ 6 പഞ്ചായത്തിന്റെയും മുന്നോട്ട് നയിക്കുന്ന ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് നമുക്ക് വെളിനാടിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ആത്മവിശ്വാസമുള്ളതും അത്രയും സഹകരണമുള്ളതും എന്തിനും തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമുക്ക് ആ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. എന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വെച്ചാൽ അനുഭവത്തിന്റെ ബേസിൽ പറയുകയാണ്. എന്റെ ഒരു മനസ്സിൽ പറയുന്നത് അടുത്ത 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതുപോലൊരു കൊയ്ത്തുത്സവം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വെളിനാട്ടിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം അന്നത്തെ ആ ഒരു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത്രയും നല്ലൊരു രീതിയിൽ നമ്മുടെ ഈ ബ്ലോക്കിലെ കൊയ്ത്തുത്സവം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ടും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ഗോപൻ സാറ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ കൊയ്ത്തുത്സവത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കൊയ്ത്തുത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, ബഹുമാനപ്പെട്ട ADA, അഗ്രികൾച്ചർ ഓഫീസർ, പാടശേഖര സമിതിയുടെ ഭാരവാഹികൾ, മറ്റ് കൃഷിക്കാർ, മറ്റ് നാട്ടുകാർ, ബഹുമാനപ്പെട്ടവർ, നമ്മൾ ഇത്തരത്തിലുള്ളൊരു കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ ജനങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ഇതിൻ്റെ പ്രാധാന്യം, കൃഷിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെയധികം
എക്സ്പോസാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. ഇക്കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പാടശേഖരങ്ങൾ തരിച്ചിട്ട് കൃഷി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം നമ്മുടെ ജനങ്ങളിലേക്ക് വിളിച്ചോതിക്കൊണ്ട് പോകുവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം കൃഷി അല്ലെങ്കിൽ പാടശേഖരത്തെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള കർഷകരെയും കർഷക തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ അതിന്റെ ഉടമസ്ഥരെയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള മറ്റ് ജീവനക്കാരെയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരെയും എല്ലാവരെയും എന്റെ പേരിലുള്ളൊരു നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അത്തരത്തിലുള്ളൊരു കൃഷി ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച എല്ലാവർക്കും വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഒരു ആശംസയും അർപ്പിച്ചുകൊള്ളു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് വാണിയംപെരുകലിനെ ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മറ്റ് മെമ്പർമാരെ, എഡിഎം എന്നെ ശ്രമിക്കുന്നവർ, നല്ലൊരു സുദിനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വെളിനാടിനെ സംബന്ധിച്ച് വളരെയധികം ആഹ്ലാദപരിതമാണ്. ഇതിനോടുകൂടി തന്നെ ഞാനൊരു പ്രതിപക്ഷക്കാരനാണെന്ന് ആരും കരുതരുത്. ഇന്നത്തെ ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വളരെ പ്രതീക്ഷയില്ല. കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം നമ്മൾ അറിയുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാനൊരു പാടശേഖരത്തിന്റെ പ്രസിഡന്റായിരുന്നു. എനിക്കറിയാം, എന്റെ സെക്രട്ടറിയും BJPയുടെ അനുഭാവിയായിരുന്നു. എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രിമാരെ അവരെ വിളിച്ചു എന്ന് എനിക്കറിയാം. എല്ലായിടത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇങ്ങനൊരു സമയം വരികയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ വിളിപ്പുറത്ത് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി 10ാം വാർഡ് മെമ്പർ ജി സൂരജിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ നമ്മുടെ ഈ കൊയ്ത്തുത്സവത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ വാർഡിന്റെ മെമ്പറും വെളിനാട് ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ ബിനോജ് കുര്യൻ, ഈ കൊയ്ത്തുത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ വെളിനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VM ഷൈൻ അവർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി സുലജ റനി, ബഹുമാനായ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ജെഫിൻ ജെഫ്രി സാർ, മറ്റെല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ബഹുമാനായിട്ടുള്ള കർഷക സുഹൃത്തുക്കളെ, നമ്മളെ കർഷകരെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ്, കഴിഞ്ഞ വർഷത്തെ കൊയ്ത്ത് കഴിഞ്ഞ് ഈ വർഷത്തെ കൊയ്ത്തിന് വേണ്ടിയുള്ള ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ്, അവന്റെ 4 മാസക്കാലത്തെ അധ്വാനം, ഇതിന്റെ എല്ലാം വിളവെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വെളിനാട് ഗ്രാമപഞ്ചായത്ത് ചെറുതും വലുതുമായിട്ടുള്ള 41 പാടശേഖരങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയായി ഈ പഞ്ചായത്ത് കഴിഞ്ഞ 2 സീസണുകളിലായി കൊയ്ത്ത് സമയത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടുത്തെ കർഷക സമൂഹം നേരിട്ടിരുന്നു. ആ കാര്യങ്ങൾ ആരും ഇവിടെ പ്രതിപാദിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. കൊയ്ത്ത് കൂട്ടിയിട്ടിരുന്ന നെല്ല് ബഹുമാനായ ജെയിംസ് ചേട്ടൻ സൂചിപ്പിച്ചു. നെല്ല് കൊയ്ത് കൂട്ടിയിട്ടിട്ട് 1 മാസത്തിന് മുകളിൽ കാത്തിരിക്കേണ്ട അവസ്ഥ, ഇത് സംഭരിച്ചുകൊണ്ട് പോവുക. ബന്ധപ്പെട്ട സർക്കാർ ഏജൻസി യഥാസമയം ഈ നെല്ല് സംഭരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും അക്കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പുതിയൊരു സമ്പ്രദായം, നെൽകാർഷിക മേഖലയിൽ കിഴിവെന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം, അത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കേട്ടത്. മുൻകാലങ്ങളിൽ വിളവ് കുറയുന്ന മേഖലകളിൽ കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ചെന്നിത്തല മേഖലയിലുമൊക്കെ ഈ കിഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കുട്ടനാടൻ കാർഷിക മേഖലയിൽ ഈ കിഴിവെന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം കഴിഞ്ഞ തവണ മുതൽ അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഈ സമയത്തൊന്നും നമ്മളെ സഹായിക്കുവാൻ ഒരു സർക്കാർ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യം. അപ്പോൾ ഇത്തരത്തിൽ നെൽകൃഷി ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കണം, കാർഷിക മേഖലയിൽ നിരവധിയായ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം യഥാസമയം, അതും ഭക്ഷ്യധാന്യമാണ്, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം യഥാസമയം എടുത്തുകൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ എടുത്തുകൊണ്ടുപോകുന്ന നെല്ലിന്റെ വില ലഭിക്കുവാൻ 3 മാസവും 4 മാസവും കാത്തിരിക്കേണ്ട സാഹചര്യം. കൃഷി ചെയ്യുവാൻ 4 മാസം വേണമെങ്കിൽ 4 മാസം വില ലഭിക്കുന്നതിന് കാത്തിരിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ, ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചുകൊണ്ട് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകും. നെൽകാർഷിക മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പുതിയതായി വന്നു.
ഇതെല്ലാം കർഷകരാശങ്കയിലാണ്. കൃഷി ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് പോലും അടിച്ചു നിൽക്കുന്ന ഒരു കർഷക സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. പുതിയതായ ആരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. ഞങ്ങൾക്കൊന്ന് ശേഷം ഇനി ആരും ഈ മേഖലയിലേക്ക് കടന്നു വരികയുമില്ല. അത്രയും ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളെയെങ്കിലും ഈ രംഗത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ കാർഷിക മേഖല, ഈ കൃഷിഭൂമി തരിച്ചു കിടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പറയാൻ. അതുപോലെ ഇത്തവണ കൊയ്ത്ത് ആരംഭിക്കുക. ബന്ധപ്പെട്ട അധികാരികൾ ഇത് യഥാസമയം സംഭരിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. നമുക്കറിയാം, കുട്ടനാടൻ മേഖല നമ്മുടെ മുൻ തലമുറയുടെ കാലത്ത് സമ്പന്നമായ ഒരു കർഷക മേഖലയായിരുന്നു. ആ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകൾ. ഹായ് ഫ്രണ്ട്സ്, ഈ ലൈവ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ലൈവാണ്, ഈ ലൈവാണ് കുട്ടനാടിന്റെ വലിയൊരു ആഘോഷമാണ്. പ്രത്യേകിച്ച് എന്റെ നാടിന്റെ വലിയൊരു ആഘോഷമാണ്, കൊയ്ത്തുത്സവമാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇപ്പോൾ തന്നെ ഒന്ന് ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫേസ്ബുക്കിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലെ വലിയ ഒരു ഉത്സവമാണ്, കൊയ്ത്തുത്സവമാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ഒരു ആഘോഷമാണ്. അപ്പോൾ ആ ആഘോഷത്തിന്റെ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കൃഷിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കൃഷി മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള നാളെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പ്രസിഡന്റ് ഒരു സൂചന തന്നെ അവിടെ നൽകി. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം വരുന്ന 5 വർഷക്കാലവും ഇവിടുത്തെ കർഷകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങളുമായി എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഈ കൊയ്ത്തുത്സവത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വണ്ടി ഇറക്കുകയാണ് ചെയ്യണം. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടത്തിലിറങ്ങി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അതിനുശേഷം ഭക്ഷണം അടിക്കുന്നതാണ്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടത്തിലേക്ക് പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അപ്പോൾ അതെ, കുട്ടനാടിന്റെ വലിയൊരു ആഘോഷമാണ്. അപ്പോൾ നമ്മളുടെ ഈ ആഘോഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും, ഈ ലൈവ് കാണുന്ന ഓരോരുത്തരും പങ്കുചേരുക. ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പാടത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മുടെ കൊയ്ത്ത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കൊയ്ത്ത് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊയ്ത്തിന് പാടത്തേക്ക് ഇറങ്ങുകയാണ്. ഇല്ലില്ല, ഇത് കഴിഞ്ഞു മതി. എനിക്ക് കാപ്പി ഇത് കഴിഞ്ഞു മതി. അപ്പോ നമ്മളുടെ നമ്മുടെ എല്ലാമായ ചങ്ക് ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹമൊക്കെ കൂടിയാണ് പാടത്തേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ പ്രസിഡന്റിന്റെ കൂടെ നമ്മുടെ മെമ്പറും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ വൈസ് പ്രസിഡന്റ് ഒക്കെ വാ, ഒരു അരിവായൊക്കെ എടുത്തു. അപ്പൊ എല്ലാം കണ്ടോ, നമ്മുടെ മെമ്പർമാരും എല്ലാം കൂടെ കൂടി കൊയ്ത്തിന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് കാണുന്ന എല്ലാവരും തന്നെ ഇപ്പോ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാടത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. പ്രസിഡന്റ് പ്രസിഡന്റ് അരിവയെടുത്ത് കൊയ്യാനായിട്ട് പോവുകയാണ്. പ്രസിഡന്റ് പാടത്ത് അരിവയെടുത്ത് കൊയ്യാനായിട്ട് പോവുകയാണ്. വൈസ് പ്രസിഡന്റ്, നമ്മുടെ മെമ്പർ ബിനോജ് കുര്യനുണ്ട്, നമ്മുടെ എല്ലാമായ ബിനോജ് കുര്യനുണ്ട്. പിന്നെ കൃഷി ഓഫീസർ നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറുണ്ട്. എല്ലാവരും ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ് കേട്ടോ. നമ്മുടെ പൂക്കളം മോനിച്ച് PC മോനിച്ചൻ ബാബ എല്ലാരും കയറിയുന്നു. ബാബ എല്ലാരും ചേർന്ന് നിന്നോളൂ. നമ്മുടെ പ്രസിഡന്റ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പാടശേഖരത്ത് കൊയ്ത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് ഇപ്പറേ നല്ല അടിപൊളി കൊയ്ത്തുമായി അവർ മുന്നേറുകയാണ്. എല്ലാരും കൈകൊട്ടി
അത് അംഗീകരിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ഒക്കെ ഇത്രയും മനോഹരമായിട്ട് കൊയ്യുന്നത് കണ്ടോ? നമ്മുടെ വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോജ് കുര്യൻ, നമ്മുടെ മെമ്പർ ബിനോജ് കുര്യൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ബിനോജ് കുര്യൻ, നമ്മുടെ PC മോനിച്ചൻ, എല്ലാവരും അറിഞ്ഞ് കൊയ്ത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മോഹനൻ ചേട്ടനൊക്കെ ഇവിടെ അരുവയക്കാട് ജെയിംസ് ചേട്ടായിയൊക്കെ നല്ല അടിപൊളി കൊയ്ത്ത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെമ്പർമാരെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ മെമ്പർമാരും വന്നിട്ടുണ്ട്. നമ്മുടെ സൂരജ്, ബഹുമാനപ്പെട്ട സൂരജ്, സൂരജ് വന്നു കഴിഞ്ഞു. നമ്മുടെ സന്തോഷ്, നമ്മുടെ മെമ്പർ സന്തോഷ് കട്ടപ്പുറം വന്നു കഴിഞ്ഞു. അരുവ എത്ര മനോഹരമായിട്ടൊക്കെയാ നോക്കിക്കേ, നമ്മുടെ സന്തോഷ് മെമ്പർ കൊയ്യുന്നൊക്കെ നോക്കിക്കേ. സാറ് കൊയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി വന്നിരിക്കുന്നു. എത്ര മനോഹരമായിട്ടൊക്കെ അദ്ദേഹം കൊയ്യുന്നത് നോക്കിക്കേ. കണ്ടില്ലേ? അങ്ങനെ എല്ലാവരും ഈ കൊയ്ത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. വെളിനാടിനെ സംബന്ധിച്ച വലിയ ആഘോഷം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. കൃഷി ഓഫീസർ, നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ ജെഫ്രി സാർ കൊയ്ത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൃഷി ഓഫീസർ